ഞാനും ആര്യനും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. വീട്ടിൽ നോക്കുമ്പോൾ ഈവനിങ്ങിൽ കഴിക്കാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം തന്നെ കാലിയാക്കണം. അപ്പോൾ വെറുതെ ആര്യനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ്. അപ്പം ജസ്റ്റ് അവിടെ വരെ പോയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല. നമുക്ക് കുറച്ച് തിന്നാനുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഏകദേശം 31 വയസ്സായി. ഇപ്പം ആദ്യം 20 എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. ഇനിയിപ്പോൾ 30 അറിയുമ്പോൾ നമ്മൾ വയസ്സായോ എന്നുള്ളൊരു തോട്ടാണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വയസ്സാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ചെറുപ്പം തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കാഹിലിനെ കൊണ്ടുപോയിട്ടുണ്ടായില്ല. അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ കൊടുന്നിക്കണം നോക്കാൻ. ഇത് ഇത്രയും ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ്. എനിക്ക് മാഗിയിൽ ഇപ്പി നൂഡിൽസ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേപോലെ തന്നെ ഈ പഴുത്ത ഇതിൻ്റെ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ ബിസ്ക്കറ്റ്, പിന്നെ ഈ ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൂസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചു. എനിക്ക് വെറുതെ ജസ്റ്റ് ഏതായാലും പോയ സ്ഥിതിക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ വിചാരിച്ച് എല്ലാം മേടിച്ചു. ഇതൊക്കെ മേടിച്ച് വന്ന് ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഡയറി മിൽക്ക് ഇപ്പം കുറേ ആയി കഴിച്ചിട്ട്. അധികവും ഈ സ്നിക്കേഴ്സ്, ഗാലക്സി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഡയറി മിൽക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണെന്ന് പറയാം. ഇത് അതേപോലെ അവിടെ നിന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്. കോക്കനറ്റിൻ്റെയും അതേപോലെ തന്നെ ശർക്കരൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളൊരു മിഠായി. അപ്പോൾ ഞാൻ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ മിഠായി 25 പൈസക്കൊക്കെ ഒരുപാട് കിട്ടലുണ്ടായില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനും വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെയാണ് ഡയറി മിൽക്ക്. ഞാൻ +1 +2 ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇത് കഴിക്കുമ്പോൾ ആ മെമ്മറീസ് ആ മൈൻഡിലേക്ക് വരിക. പിന്നെ എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതായത് എനിക്ക് ശ്വാസം മുട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 ദിവസമായിട്ട് വീട്ടിൽ പണികളൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. ജസ്റ്റ് കുക്ക് ചെയ്യുമെന്നല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായില്ല. ആകെ അലങ്കോലമായി കിടക്കണം. ഇതിങ്ങനെ കിടക്കണോണ്ട് തന്നെ ബർത്ത്ഡേ ആയിട്ട് പോലും എനിക്ക് മൈൻഡിനൊന്നും എന്തൊക്കെയോ ഒരു ഇഷ്യൂ പോലെ കിടക്കുക. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു പീരിയഡ്സ് ആവാനായതുകൊണ്ടാണ്. പക്ഷേ അതൊന്നും അല്ല. ഇനി വീടിങ്ങനെ കിടക്കണോണ്ടുള്ള പ്രശ്നമില്ല. അപ്പം ഞാൻ കുട്ടികളെ പുറത്ത് കളിക്കാനാക്കിയിട്ട് ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങി. ആദ്യം കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി പണി കഴിഞ്ഞു. കാരണം എനിക്ക് എല്ലാ പണികളും വീട്ടുപണികളെല്ലാം എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ്, മൈൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പാത്രം കഴുകുക എന്നുള്ളത്. ഞാനൊരു പുതിയ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മേടിക്കുന്ന ഒരു സാധനം വെക്കണം ഡിഷ് വാഷർ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണത്. കാരണം പാത്രം കഴുകണ്ടല്ലോ. ഇതുപോലെ സിനിമയിലെ ഡയലോഗ് പറയാമല്ലോ, ഇത്രയും വൃത്തികെട്ട പരിപാടി വേറെ എങ്കിലും ഞാൻ ദിവസം ഇത് ചെയ്യുമെന്നറിയില്ല. അതേപോലെ എന്നും ഇത് ഞാൻ ചെയ്യും, എന്നാലും എനിക്കിഷ്ടമല്ല. എന്നാലും ഞാൻ തന്നെ ചെയ്യണ്ടേ. ഇതേപോലെ കുറേ ടൈമും വേണം എനിക്ക് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനിത് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പകുതി പണി തീർന്ന പോലെയാണ്. ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ. ഞാൻ രാവിലെ തൊട്ട് തന്നെ കുക്കിംഗ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം രാവിലെയൊക്കെ കിടന്ന് ഈവനിങ് ആയപ്പോഴാണ് ഞാനൊന്ന് ഓണായത്. മെഡിസിനൊക്കെ കഴിച്ച് കുറച്ചൊരു ആക്കം കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തത്. എനിക്ക് വീട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ കുറേയൊക്കെ ഓക്കെ ആവുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു അതിശയം തോന്നിയിട്ടാണ്. കാരണം ഇത്രയും നേരം വരെ ഞാൻ ഒരു എനർജി ഇല്ലാതെ കിടക്കുകയാണ്. പെട്ടെന്നാണ് എനിക്കിഷ്ടപ്പെട്ട ഡയറി മിൽക്കും മിഠായിസൊക്കെ കഴിച്ചുകൊണ്ടെന്നാണെന്ന് അറിയില്ല, ഒരു എനർജി എവിടെ നിന്നൊക്കെ കയറി വന്നു. ഞാൻ ആ ഒരു ആവേശത്തിൽ മൊത്തം കിച്ചണൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്തു. അത് കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു പകുതി മുക്കാൽ പണി കഴിഞ്ഞ് നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ഒരു ഇഷ്ടേക്കരം. അത് നേരെ മറിച്ച് സിങ്കിൽ ഒരുപാട് പാത്രങ്ങളും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറാനേ തോന്നില്ല, കുക്ക് ചെയ്യാനും തോന്നില്ല. പക്ഷേ ചില സമയത്ത് നമ്മളെ ഹെൽത്ത് ഇഷ്യൂസും കാരണം അല്ലെങ്കിൽ തിരക്കും വേറെയുള്ള ചുറ്റുപാടുകൾ കാരണമൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ താളം തെറ്റിക്കും. വീട്ടിലുള്ള പ്രഷർ, വർക്ക് ചെയ്യുന്ന പ്രഷർ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒന്നും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഉണ്ടാവലുണ്ടാവും. പക്ഷേ ഞാൻ പലപ്പോഴും അതൊക്കെ ഓവർകം ചെയ്യൽ
കുട്ടികളെ ചിരിയും കളിയും അതേപോലെ ജസ്റ്റ് എപ്പോഴെങ്കിലുമുള്ള പുറത്ത് പോകലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ജിമ്മിൽ പോകണതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കൽ. സത്യം പറയാൻ വെച്ചാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പോൾ വീട്ടു ജോലിയാണെന്നുണ്ടെങ്കിലും അതേമാതിരി വർക്കിന് പോകലും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു ടാസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീടിനകത്താണെങ്കിലും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സൂപ്പർ വുമൻസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ക്ലീനിങ് പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. കിച്ചൺ എനിക്ക് എപ്പോഴും നീറ്റാക്കി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും എനിക്ക് ഈ തിരക്കുകൾ കാരണമൊക്കെ പറ്റാറില്ല. പറ്റുമ്പോഴൊക്കെ ഞാൻ പറ്റുന്ന മാതിരി ഓക്കെ ആക്കാറുണ്ട്. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കടയിൽ പോയി വന്നപ്പോൾ മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ മേടിച്ചിട്ടുള്ള ബിസ്ക്കറ്റും ചിപ്സൊക്കെ കഴിക്കാനും. അതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. ഞാൻ ഓൾറെഡി പാല് രാവിലെ മേടിക്കാറുണ്ട്. ഇന്ന് ഞാൻ രാവിലെ തന്നെ ആ പാല് മൊത്തം എടുത്തിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ ഈവനിങ് ഞാൻ വേറെ മേടിച്ചിട്ട് വരിക ചെയ്തത്. ബൂസ്റ്റ് എനിക്കാണെങ്കിലും കാഹിലിനാണെങ്കിലും ഹോർലിക്സിലേറെ ഒന്നും കൂടി ഇഷ്ടം ബൂസ്റ്റാണ്. അപ്പോൾ ബൂസ്റ്റും ഉണ്ടാക്കിയിട്ട് കൂടെ ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ കൂട്ടി കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ. ഞാനും കാഹിലും പാടെ ചായ കുടിക്കാൻ ഇരുന്നു. ഈ ചിപ്സ് ഭയങ്കര ടേസ്റ്റാണല്ലോ, ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട്. നോർമൽ ചിപ്സിലേറെ എനിക്കിഷ്ടം ഇതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. ഇവിടെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഞാൻ അങ്ങനെ മേടിച്ച് വെക്കാറില്ല. അതൊന്നും കൊണ്ടല്ല, ഞാൻ നന്നായിട്ട് കഴിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഞാൻ തിരിച്ചു പോരുമ്പോഴത്തേനും അവിടെയുള്ള ബേക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബേക്കറി ഐറ്റംസ് എല്ലാതും ഇഷ്ടമാണ്. അത് എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മുഖത്ത് വരാനുള്ള മെയിൻ കാരണം അത് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്കതങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഞാൻ എന്താ ചെയ്യാറ്, മാക്സിമം മേടിക്കാതിരിക്കും. അപ്പോൾ ഇവർ പുറത്ത് രണ്ടാളും നല്ല കളിയാണ്. അപ്പോൾ ഈ ടൈമിൽ വേണം എനിക്ക് അടിച്ച് വാരാനും അതേപോലെ തന്നെ തുടച്ചിടാനും. അവർ പുറത്താവുമ്പോൾ ചവിട്ടി ചളിയാക്കാതിരിക്കുള്ളൂ. പെട്ടെന്ന് ക്ലീനാക്കി ഇട്ടാൽ അവർ കളിക്കുന്ന ടൈമിൽ എനിക്കത് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പം അവിടെ ഞാൻ ഗേറ്റ് അടച്ചിട്ടിരിക്കണം. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി അവർ അവിടെ കളിക്കണത്. ഡോറ് തുറന്നിട്ടാൽ എനിക്ക് കാണാൻ പറ്റും അവിടെ അവരിരിക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ സേഫായിട്ട് അവിടെ ഓരെ കളിക്കാൻ വിട്ടതിന് ശേഷം ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നു. ബെഡ്റൂം അതേ പറഞ്ഞ പോലെ ഞാൻ ഉച്ചവരെ ഇവിടെ കടന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി വരെ ഇവിടെ കിടത്തം തന്നെയായിരുന്നു. അതുകൊണ്ട് അധികം ബെഡ്ഷീറ്റും ഇതൊക്കെ റെഡിയാക്കി മടക്കി വെക്കണ്ട. ഇത് സെറ്റായാലും ഓൾറെഡി നമ്മൾ കിടക്കുന്ന ബെഡും അതേപോലെ തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ റൂം അടിപൊളിയായി. വേറൊന്നും പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. എന്നാൽ തന്നെ റൂം നീറ്റായ പോലെ തോന്നും.
അടിച്ചുവാരൽ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ തുടക്കാൻ നിന്നു. നമുക്കൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ. എന്നാൽ നമുക്കൊരു മൂഡില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും എത്ര എടുത്താലും നീങ്ങില്ല, നമ്മൾ വിചാരിച്ച പോലെ വൃത്തിയാവില്ല. പിന്നെ അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും അങ്ങനെ അടിക്കാനില്ല, ഫ്രണ്ടിലൊന്നും പിന്നെ അങ്ങനെ അടിക്കാനൊന്നും ഉണ്ടാവില്ല. ബാക്ക് സൈഡിൽ എപ്പോഴും കുറച്ച് ഇലകളൊക്കെ ചാടിക്കൊണ്ടേക്കണം. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ എപ്പോഴും ക്ലീൻ ആക്കിയിടാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഉള്ളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെയും കൂടി ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആയി, കുറേയൊക്കെ ഞാനൊന്ന് റിലാക്സ്ഡ് ആയി. അപ്പോൾ നമ്മൾ വീട് മൊത്തത്തിലൊന്ന് ഇനിയിപ്പോൾ ഈ ബെഡ്റൂമിൽ കുറച്ച് ക്ലോത്തുകൾ അലക്കി കൊടുന്ന് വെച്ച തുണികൾ മടക്കി വെക്കാനുണ്ട്. ആ ബെഡൊന്ന് റെഡിയാക്കിയിടും കൂടി ചെയ്താൽ മൊത്തത്തിൽ ക്ലീനാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ പുറത്ത് കുറച്ച് നേരം കൂടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെഡും കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടും ക്ലീനായി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ രണ്ടാളും അവിടെ നല്ല കളിയാണ്. അപ്പം ഞാൻ വേഗം വീണ്ടും റൂമിൽ പോയിട്ട് ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി. എനിക്ക് ഈ പാത്രം കഴിക്കണ പരിപാടി പറഞ്ഞ പോലെ തന്നെ എനിക്ക് പിന്നെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഡ്രസ്സ് മടക്കി വെക്കൽ. ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഇഷ്ടമാണ്. ഈ പണി ഇതേപോലെ ഭയങ്കര ചടപ്പാണ്. എനിക്കാണെങ്കിൽ ഒരു ദിവസം എത്രങ്ങാനും അലക്കാനും ഉണ്ടാവും അറിയോ. വർക്കിന് പോകുമ്പോഴതാണെങ്കിലും ഇക്കാൻ്റെതും കുട്ടികളതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം അത്യാവശ്യം നല്ലോണം അലക്കാണ്ടാവും. അപ്പോൾ അലക്കണ പരിപാടിയൊക്കെ മെഷീൻ ചെയ്തോളും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ മടക്കി വെക്കൽ അത് നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തല്ലും തിരക്കൊക്കെ ആയിട്ട് ആര്യൻ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ക്യാമറ കണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയാണ്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടന്നിട്ട് പിന്നെ അവൻ കളിക്കാൻ പോയി. ഞാൻ മടക്കി വെക്കൽ ഒരുപാടൊന്നുമില്ല, പക്ഷെ എന്നാലും അത് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പണി തന്നെയാണ്. അപ്പം അങ്ങനെ തുണി മടക്കി വെക്കലും പരിപാടിയും അവരതിൻ്റെ ഇടയിൽ പിന്നെ കളിയൊക്കെ നിർത്തി രണ്ടാളും വന്നു. പിന്നെ ഏകദേശം ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ കയറാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരെ പുറത്ത് പോയി ശ്രദ്ധിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ തുടക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞല്ലോ, അവരടുത്ത് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നു. ഡ്രസ്സ് മടക്കി വെക്കാൻ പറഞ്ഞാൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കും വേണമല്ലോ. ഞാൻ പലപ്പോഴും ചിലപ്പോൾ കാഹിലിനെ ഈ പണി ഏൽപ്പിക്കും. കാരണം ഈ വേറെ ആക്കി വെക്കുന്ന പിന്നെ എനിക്കത് മടക്കി വെച്ചാൽ മതിയല്ലോ. ആദ്യമൊക്കെ ഞാൻ ചെയ്തു തരലുണ്ട്. ഇപ്പോൾ എന്നെ അത് പറയുമ്പോൾ തന്നെ ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം, ഇത് എനിക്ക് വേണ്ട അറിയും. അപ്പോൾ അങ്ങനെ ഏതായാലും പറഞ്ഞ് ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അപ്പോഴും അതും തീർന്നു. ഇപ്പോൾ മൊത്തത്തിൽ എൻ്റെ പണികളൊക്കെ തീർന്നു. മൊത്തത്തിൽ മൈൻഡൊന്ന് റിലാക്സ്ഡായി. അപ്പോൾ അതിന് ശേഷം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു സർപ്രൈസ് നടന്നത്. എനിക്ക് ബർത്ത്ഡേക്ക് കേക്കുമായിട്ട് ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സാണ് അവർ വന്നിട്ട്. എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡായി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ഈ ബർത്ത്ഡേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വൈകുന്നേരം വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ വൈകുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നീട് ഒരിക്കൽ ആക്കാൻ വിചാരിച്ച് നിൽക്കേന്. പക്ഷേ ഇവരിത് കേക്കുമായിട്ട് വന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡായി. ആരിന് കേക്ക് കഴിക്കണ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ കേക്ക് മേടിക്കാത്ത കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി. വീടും ക്ലീനായി, ബർത്ത്ഡേയും നല്ല രസത്തിൽ ആഘോഷിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.